ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീതയുടെ രണ്ടാമത്തെ ക്ലാസ്സായ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗീതാധ്യാന ശ്ലോകങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭഗവത്ഗീതയുടെ പശ്ചാത്തലവും ഗീതയുടെ കാലിക പ്രസക്തി തുടങ്ങിയ കാര്യങ്ങളും കണ്ടു. ഇന്ന് നമ്മൾക്ക് ധ്യാന ശ്ലോകങ്ങളിലേക്ക് കടക്കാം. സാധാരണയായി ഭഗവത്ഗീത പഠിക്കാൻ തുടങ്ങുമ്പോൾ ഗീതയുടെ ധ്യാന ശ്ലോകങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് ഒരു പതിവാണ്. നമ്മൾക്കും അതുപോലെ തന്നെ ഗീതാധ്യാന ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. അതിൻ്റെ അർത്ഥവും കുറച്ചൊന്ന് കാണാം. ആദ്യം തന്നെ പറയട്ടെ, ഗീതാധ്യാന ശ്ലോകങ്ങൾ വേദവ്യാസ വിരചിതമല്ല. ഭഗവത്ഗീത വേദവ്യാസ വിരചിതമാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ ഗീതാധ്യാന ശ്ലോകങ്ങൾ വേദവ്യാസനല്ല രചിച്ചിരിക്കുന്നത്. അത് ശ്രീ മധുസൂദന സരസ്വതികൾ എന്ന ഒരു വലിയ ആചാര്യൻ ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം ചെയ്തപ്പോൾ എഴുതി ചേർത്തതാണ് എന്നാണ് പറയുന്നത്. എന്തായാലും വേദസാരമായ ഗീതാമൃതം നുകരുവാൻ തുടങ്ങുന്നതിന് മുൻപ് ഗീതാമാതാവിനെയും ഭഗവാൻ ശ്രീകൃഷ്ണനെയും വ്യാസാചാര്യരെയും മഹാഭാരതത്തെ തന്നെയും എല്ലാം വന്ദിക്കുകയാണ് ഗീതാധ്യാന ശ്ലോകങ്ങളിലൂടെ നാം ചെയ്യുന്നത്. ഗീതയിലെ ശ്ലോകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുവാനും അതിലെ പരമാത്മ തത്വം ഉൾക്കൊള്ളുവാനും പിന്നെ വിഘ്നങ്ങൾ കൂടാതെ നമ്മൾക്ക് ഗീതയുടെ പഠനം പൂർത്തിയാക്കുവാനും വേണ്ടി വേദമാതാവിനെ നമ്മൾ നമസ്കരിക്കുകയാണ്, അനുഗ്രഹം വാങ്ങുകയാണ്. അമ്മേ, ഞങ്ങൾ അവിടുത്തെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു, ശ്രുതി മാതാവിനെ ഞങ്ങൾ പിന്തുടരുന്നു, അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയാണ് ഈ ധ്യാന ശ്ലോകങ്ങളിൽ കൂടെ നാം ചെയ്യുന്നത്. മാത്രമല്ല, ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലുക വഴി നമ്മളുടെ മനസ്സിനെ ശാന്തമാക്കാനും ഗീതാ പഠനത്തിലേക്കുള്ള ഒരു ചിത്ത ഏകാഗ്രത ഉണ്ടാകുവാനും ഉപകരിക്കുന്നതാണ്. അതുകൊണ്ട് ഗീതാ പഠനത്തിന് മുൻപായി ഗീതാധ്യാനം എപ്പോഴും ചൊല്ലാറുണ്ട്. ഇനി നമ്മൾക്ക് ഗീതാധ്യാന ശ്ലോകത്തിലെ ആദ്യത്തെ ശ്ലോകം കാണാം. ശ്ലോകം 1. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. ഗീതാമാതാവിനെ അമ്മയായും സരസ്വതി ദേവിയായും വിശേഷിപ്പിച്ചിരിക്കുന്നു. ഒരമ്മ എങ്ങനെയാണ് തൻ്റെ കുട്ടികളെ സമയാസമയങ്ങളിൽ വേണ്ടുന്നതെല്ലാം നൽകി പരിപോഷിപ്പിക്കുന്നത്, അതുപോലെയാണ് ഗീത. നമ്മുടെ ആന്തരികവും ബാഹ്യവുമായ വളർച്ചയ്ക്ക് വേണ്ടുന്നതെല്ലാം പടിപടിയായി പറഞ്ഞു തന്ന് നമ്മെ ജീവിത വിജയത്തിലേക്ക് നയിക്കുന്നു. കർമ്മയോഗം, ഉപാസനായോഗം, ജ്ഞാനയോഗം എന്നീ സാധനകളിലൂടെ നമ്മുടെ ആത്മീയ വളർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിക്കുന്നു. ആ അമ്മയെ നമിക്കുന്നു. ഗീതാസാരമാകുന്ന ഈ അറിവിനെ ജീവിതത്തിലേക്ക് പകർത്തുവാനും അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് ജീവിക്കുവാനും നമുക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയും കൂടെയാണിത്. ഇത് സാക്ഷാൽ നാരായണൻ സ്വയം ഉപദേശിച്ചതാകുന്നു. നാരായണൻ എന്ന് പറഞ്ഞാൽ നരന്മാരുടെ പരമമായ ഗതി. അർജുനനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഗീതയിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠമാണ് ആത്മധൈര്യവും ഭയരാഹിത്യവും.
സങ്കീർണമായ ജീവിതയാത്രയിൽ ആരെയും ആശ്രയിക്കാതെ ഏതെല്ലാം പ്രതിസന്ധിയിലും തളരാതെ ഭയരഹിതമായി ജീവിക്കുവാനുള്ള രഹസ്യം, അതാണ് നമുക്ക് ഗീതയിലൂടെ പഠിക്കാനുള്ളത്. യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീർവിജയോ ഭൂതിർ ധ്രുവാനീതിർമതിർമമ. പാർത്ഥസാരഥിയായ ശ്രീകൃഷ്ണ പരമാത്മാവും ധനുർധരനായ അർജുനനും ഒരുമിച്ച് എവിടെയുണ്ടോ അവിടെ വിജയം സുനിശ്ചിതമാണ് എന്ന് പറയുന്ന ഭഗവത്ഗീതയിലെ ശ്ലോകമാണിത്. ഭക്തിയുടെ ഭാവത്തിൽ നമുക്ക് പറയാം, പാർത്ഥസാരഥിയായ ഭഗവാൻ എൻ്റെ കൂടെയുള്ളപ്പോൾ പിന്നെ എനിക്ക് എന്തിനേ ഭയക്കാനാണ്. ജ്ഞാനത്തിൻ്റെ തിരിച്ചറിവിൽ അതേ ഭക്തൻ തന്നെ ആ ഭഗവത് സാമീപ്യത്തെ എപ്പോഴും തൻ്റെ ഹൃദയത്തിലും സർവ്വചരാചരങ്ങളിലും ഒരുപോലെ നിറയുന്ന ചൈതന്യമായി കാണുന്നു. രണ്ടായാലും ഭഗവത് പ്രാപ്തിയും ഭയനിവൃത്തിയുമാണ് ഫലം. ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ നമ്മൾക്ക് ഭയത്തിനു യാതൊരു കാരണവുമില്ല. അതിനുവേണ്ടി മഹാഭാരതമാകുന്ന അമൃതവർഷിണി ചൊരിയുന്ന ഗീതാമൃതം സേവിക്കുക തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്ന് പറയുന്നു. രണ്ടാമത്തെ ശ്ലോകം. നമോസ്തു തേ വ്യാസവിശാലബുദ്ധേ ഫുല്ലാരവിന്ദായതപത്രനേത്ര ഏന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയഃ പ്രദീപഃ. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ എന്ന് പറയുന്നത് കൊണ്ട് വ്യാസഭഗവാനെ സ്തുതിക്കുന്നു. വ്യാസഭഗവാനെ, അവിടത്തേക്ക് നമസ്കാരം. വിശാല ബുദ്ധിയും വിരിഞ്ഞ താമരയിതൾ പോലുള്ള നേത്രങ്ങളും സനാതന ധർമാധിഷ്ഠിതമായ പ്രവർത്തനങ്ങളെയും ഒട്ടലില്ലാത്ത ജീവിത സമീപനത്തെയും സൂചിപ്പിക്കുന്നു. വേദങ്ങളെ വ്യസിച്ച് മഹാഭാരതത്തെ രചിച്ചു, ബ്രഹ്മസൂത്രങ്ങൾ എഴുതി, മറ്റു പുരാണങ്ങളുടെ രചയിതാവുമാണ് ഭഗവാൻ വേദവ്യാസൻ. അദ്വൈത ദർശനമാകുന്ന ഭാരത തൈലം നിറച്ച് ജ്ഞാനദീപത്തെ കൊളുത്തിയ വ്യാസഭഗവാന് കോടി കോടി പ്രണാമം. ശ്ലോകം 3. പ്രപന്നപാരിജാതായ തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. ഈ ശ്ലോകത്തിൽ ഗീത ഉപദേശിക്കുന്ന കൃഷ്ണനെയാണ് വർണ്ണിക്കുന്നത്. തന്നെ സമ്പൂർണമായി സമാശ്രയിക്കുന്നവർക്ക് സർവ്വ അഭിലാഷങ്ങളെയും പ്രദാനം ചെയ്യുന്നു. അങ്ങനെയുള്ള ഭഗവാൻ ഒരു കയ്യിൽ തോത്രവേത്രത്തെ, അതായത് കുതിരയെ നയിക്കാനുള്ള ഉപാധിയായ ചമ്മട്ടി പിടിച്ചിരിക്കുന്നു. കർമ്മം ചെയ്യുന്ന ആൾക്കാരുടെ പ്രതീകമാണ് ഈ ചമ്മട്ടി. അപ്പോൾ ഭഗവാൻ കർമ്മികൾക്കും ആശ്രയമാണ്. മറ്റേ കയ്യിൽ ജ്ഞാനമുദ്രയെ ധരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ ജ്ഞാനത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ സാധകന്മാർക്കും ആശ്രയമാണ്. അങ്ങനെ ഭഗവാന്റെ ആ രൂപത്തെ വർണ്ണിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അവനവനെ അറിയുക, ആത്മജ്ഞാനം എന്നാണ് അർത്ഥം. ഞാൻ ആര്, എൻ്റെ സ്വരൂപം എന്ത് എന്നൊക്കെ അന്വേഷിക്കുക. മുദ്ര എന്ന് പറഞ്ഞാൽ അടയാളം എന്നാണ് അർത്ഥം. ജ്ഞാനത്തിൻ്റെ ലക്ഷണം അറിയിക്കുന്നതിനുള്ള മുദ്ര, അതാണ് ഭഗവാന്റെ മറ്റേ കയ്യിൽ പിടിച്ചിരിക്കുന്ന ജ്ഞാനമുദ്ര. അഹന്തയെ ശരീരാദികളിൽ നിന്ന് വിടർത്തി പരബ്രഹ്മത്തോട് യോജിപ്പിക്കുക എന്ന് ദ്യോതിപ്പിക്കുന്ന മുദ്രയാണ് ഭഗവാൻ ധരിച്ചിരിക്കുന്നത്. അതായത് ഞാൻ ഈ ശരീരമാണ്, മനസ്സാണ്, ബുദ്ധിയാണ് എന്നുള്ള പരിമിതമായ ഈ തോന്നലാണ് അഹന്ത എന്ന് പറയുന്നത്. നമ്മുടെ ജീവാത്മഭാവം, ശരീരഭാവമാണ് അഹന്ത എന്ന് പറയുന്നത്. അതിൽ നിന്നും നമ്മളുടെ മനസ്സിനെ വിടർത്തി പരമാത്മാവാണ് ഞാൻ എന്നുള്ള തോന്നലിനോട് നമ്മളെ അടുപ്പിക്കുക. അതാണ് പരമാത്മ ജ്ഞാനത്തോട് അടുപ്പിക്കുന്ന ഈ മുദ്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു കയ്യിൽ ചമ്മട്ടിയും മറ്റേ കയ്യിൽ ജ്ഞാനമുദ്രയും വളരെ പ്രധാനപ്പെട്ട ഒരു ജീവിത ലക്ഷ്യത്തെ ഓർമ്മിപ്പിക്കുന്ന മുദ്രയാണിത്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ കർമ്മം ചെയ്തുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോഴും നമ്മളുടെ ലക്ഷ്യം ജ്ഞാനമായിരിക്കണം എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ഭഗവാന്റെ ഈ ഒരു കൈയിൽ ചമ്മട്ടിയും മറ്റേ കൈയിൽ ജ്ഞാനമുദ്രയും ആയിട്ടുള്ള ഈ ഒരു രൂപം. ഇനി 4-ാമത്തെ ശ്ലോകം കാണാം. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സസുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത്. ഗീതാമൃതത്തെ കറന്നെടുക്കുന്നവനായ കൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം. ഉപനിഷത്തുകളാകുന്ന പശുക്കളെ കറക്കുന്ന കറവക്കാരനാകുന്നു ഗോപാലനന്ദനായ ഭഗവാൻ.
പാല് ചുരത്തിപ്പിക്കുന്ന പശുക്കുട്ടിയാണ് പാർത്ഥൻ. പശുക്കുട്ടിയുടെ ഉത്സാഹം കൊണ്ട് പാൽ ചുരന്നു കിട്ടി. അതുകൊണ്ട് അർജുനനോട് നമുക്ക് കൃതജ്ഞത വേണം. കാരണം അർജുനൻ കാരണമാണ് നമുക്ക് ഗീതാമൃതം ലഭിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും ഭോക്താക്കളാണ്. അർജുനൻ നിമിത്തം നമുക്കെല്ലാമാണ് ഈ ഉപദേശം ലഭിച്ചിരിക്കുന്നത്. നാം എല്ലാമാണ് ഗീതാമൃതം നുകരാൻ അർഹതപ്പെട്ടവർ. സർവ്വ സംസാര ദുഃഖ നിവൃത്തിക്ക് സമർത്ഥമാണ് ഈ പാല്. ഇത് കുടിക്കാൻ നമുക്കെല്ലാവർക്കും യോഗ്യതയുണ്ടാവട്ടെ. ഇവിടെ സർവോപനിഷദോ ഗാവോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എല്ലാ ഉപനിഷത്തുകളെയും പശുക്കളായി സങ്കല്പിച്ചാൽ ആ പശുക്കളുടെ എല്ലാം കറന്ന പാലാണ് ഭഗവത്ഗീത. ഇത് അമൃതമാണ്. ഇത് കുടിച്ചാൽ മരണമുണ്ടാകില്ല. അനശ്വരമായ ആത്മതത്വത്തെ സാക്ഷാത്കരിച്ചാൽ ജന്മസാഫല്യം അടയാൻ കഴിയും. ഇന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ഈ ജീവിതത്തിലെ വിഷമങ്ങളും രോഗങ്ങളും ഒന്നും ഉണ്ടാവില്ല എന്നർത്ഥമെടുക്കരുത്. നമുക്ക് ചുറ്റിനുമുള്ള ലോകം അങ്ങനെയൊക്കെ തന്നെ തുടരും. പക്ഷെ നമ്മുടെ വീക്ഷണത്തിന് മാറ്റമുണ്ടാകും. അടുത്ത ശ്ലോകം, 5-ാമത്തെ ശ്ലോകം. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. വസുദേവസുതനായി ഭഗവാൻ അവതരിച്ചു. അമ്മയായ ദേവകിക്ക് പരമാനന്ദം നൽകിക്കൊണ്ട് സജ്ജനങ്ങൾക്ക് രക്ഷയെ ചെയ്യുന്നവനായി ദുഷ്ടരെ നിഗ്രഹിക്കുന്നവനായി കംസ ചാണൂരമർദ്ദനം എന്ന് പറഞ്ഞിരിക്കുന്ന അതാണ്. ധർമ്മ സംസ്ഥാപനം ചെയ്യുന്നതിനായി മനുഷ്യനായി അവതരിച്ചു. ഭഗവത്ഗീത മോക്ഷശാസ്ത്രമാണ്. ലോകത്തുള്ള എല്ലാവരെയും ഉദ്ദേശിച്ചുള്ളതാണ് ഈ ഉപദേശങ്ങൾ. ഉപദേശിച്ച ഭഗവാൻ അതുകൊണ്ട് ജഗദ്ഗുരുവാണ്. ഇനി ശ്ലോകം 6. ഭീഷ്മദ്രോണതടാജയദ്രഥജലാ ഗാന്ധാരനീലോത്പലാ ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുലാ അശ്വത്ഥാമവികർണഘോരമകരാ ദുര്യോധനാവർത്തിനി സോത്തീർണാ ഖലു പാണ്ഡവൈരണനദീ കൈവർത്തക കേശവഃ. മനോഹരമായ ഉപമകളോട് കൂടിയതാണ് ഈ ശ്ലോകം. വളരെ അപകടം പിടിച്ച ഒരു രണനദിയുടെ വർണ്ണനയാണ് ആദ്യം. ഈ യുദ്ധനദിയുടെ അപകടം പിടിച്ച ഇരു കരകളാണ് ഭീഷ്മരും ദ്രോണരും. ഈ തടങ്ങളുടെ ഇടയിലൂടെയാണ് യുദ്ധനദി ഒഴുകുന്നത്. ഇതാണ് പാണ്ഡവർക്ക് മറികടക്കേണ്ടത്. അത്ര എളുപ്പമല്ല മറികടക്കൽ. ഈ നദിയുടെ ഒഴുക്ക് ജയദ്രഥനാണ്. വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ്. ശകുനിയാകുന്ന കരിങ്കൽ പാറകൾ കരിങ്കൽ പാറകൾ എന്നും നീലത്താമരയുടെ പോലെ കറുത്ത നിറമുള്ള ദുഷ്ടനായ ശകുനി എന്നും അർത്ഥം പറയാറുണ്ട്. എന്തുതന്നെയായാലും ശകുനിയാകുന്ന കരിങ്കൽ പാറകൾ ഇടയ്ക്കുണ്ട്. ശല്യരാകുന്ന മുതലയും അക്കൂട്ടത്തിലുണ്ട്. എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കും. കൃപരാകുന്ന ഒഴുക്ക്, വല്ലാതെ ഇളകിമറിയുന്ന ഓളങ്ങളാകുന്ന കർണൻ, അശ്വത്ഥാമാവ്, വികർണൻ തുടങ്ങി ഘോര മകരമത്സ്യങ്ങൾ, ദുര്യോധനനാകുന്ന നീർച്ചുഴി, ഇതൊക്കെയാണ് ഈ രണനദിയിൽ ഉള്ളത്. ഇങ്ങനെയുള്ള രണനദിയെയാണ് പാണ്ഡവർക്ക് കടക്കേണ്ടത്. ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല. എണ്ണം കൊണ്ട് നോക്കിയാലും മികവ് കൊണ്ട് നോക്കിയാലും കൗരവപ്പടയെ പാണ്ഡവപ്പടയ്ക്ക് ജയിക്കുക എളുപ്പമല്ല എന്ന് സാരം. ഭഗവാൻ ഒരു കടത്തുതോണിക്കാരനാണ്. കൈവർത്തക കേശവഃ. അതുകൊണ്ട് മാത്രമാണ് പാണ്ഡവർ ആ നദിയുടെ മറുകര പ്രാപിച്ചത്. അവർ ഭഗവാനെ ആശ്രയിച്ചു. അതുകൊണ്ടവർ വിജയിച്ചു. അങ്ങനെ സംസാരസാഗരവും ഇതുപോലെ തന്നെയാണ്. പാണ്ഡവർ കടന്നത് രണനദിയാണെങ്കിൽ നമുക്ക് കടക്കുവാനുള്ളത് സംസാരസാഗരമാണ്. കൈവർത്തകനായ ഭഗവാനെ ശരണം പ്രാപിക്കുക തന്നെ രക്ഷയുള്ളൂ. ഇനി ശ്ലോകം 7. പാരാശര്യവചസ്സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം ലോകേ സജ്ജനഷട്പദൈരഹരഃ പേപീയമാനം മുദാ ഭൂയാത് ഭാരതപങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ. ഇതിഹാസകൃതിയായ മഹാഭാരതം പരാശരപുത്രനായ വ്യാസഭഗവാന്റെ തൂലികയിൽ വിരിഞ്ഞ താമരപ്പൂവാണ്. അതിൻ്റെ ഹൃദയഭാഗത്ത്
കളങ്കമില്ലാതെ സുഗന്ധം വീശി പരിലസിക്കുന്നതാണ് ഭഗവത്ഗീത. മഹാഭാരതത്തിൽ അനേകം കഥകളുണ്ട്. അതൊക്കെ കേസരം പോലെ സുന്ദരമാണ്. ഈ കഥകളൊക്കെ ഭഗവത് മഹത്വത്തെയാണ് പ്രകീർത്തിക്കുന്നത്. ഹരി എന്ന് പറഞ്ഞാൽ സകല സങ്കടങ്ങളെയും പാപങ്ങളെയും ഭയങ്ങളെയും ഹരിക്കുന്നവൻ എന്നും അർത്ഥമുണ്ട്. ഇവിടെ ഹരികഥ എന്ന് പറയുന്നത് അതാണ്, ഭഗവാന്റെ കഥയെയാണ്. ഭഗവത് കഥാശ്രവണ തൽപരരായ സജ്ജനങ്ങൾ വണ്ടുകളാണ്. ഈ കഥാരസം ആവോളം നുകരുവാനായി അവ വന്നിരിക്കുകയാണ്. ശ്രേയസിൻ്റെ പാതയിൽ ചരിക്കുന്നവരുടെ 6 കാലുകൾ ശമം, ദമം, ഉപരമം, തിതിക്ഷ, ശ്രദ്ധ, സമാധാനം എന്നീ ഗുണവിശേഷങ്ങളാണ്. തത്വബോധം എന്ന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ചു മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഷഡ്പദങ്ങളാകുന്ന അല്ലെങ്കിൽ വണ്ടുകളാകുന്ന സജ്ജനങ്ങളാണ് ഇവിടെ ഭഗവത് കഥാശ്രവണത്തിനായിട്ട് വന്നിരിക്കുന്നത്. ഇങ്ങനെ ശ്രേഷ്ഠമായ മഹാഭാരതവും ഗീതയും നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളെയൊക്കെ നശിപ്പിച്ച് നമുക്കെല്ലാം ശ്രേയസ്സിനെ അല്ലെങ്കിൽ മംഗളത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഭഗവാനെ വീണ്ടും സ്തുതിക്കുകയാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ. 8ാമത്തെ ശ്ലോകം കാണാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. മൂകനെ വാചാലനാക്കുന്നതും പങ്കുവിനെ അല്ലെങ്കിൽ മുടന്തനെ മല കയറാൻ സഹായിക്കുന്നതും ഭഗവാന്റെ അപാരമായ കൃപയാണ്. അങ്ങനെയുള്ള മാധവൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കുന്നതാണ് പരമാനന്ദം. ഇത് ഈ ശ്ലോകത്തിന് ഇങ്ങനെ വാക്യാർത്ഥം പറയാം. അതുപോലെ തന്നെ മുടന്തനെ മല കയറാൻ സഹായിക്കുന്നു എന്നുള്ളത് ഭഗവത്ഗീതാ ശാസ്ത്ര പഠനത്തിൻ്റെ ഗിരിശൃംഗത്തിൽ കയറുവാൻ നന്നേ ബുദ്ധിമുട്ടുന്നവരെ പോലും ഭഗവാൻ സഹായിക്കും എന്നും അർത്ഥം പറയാം. എന്നാൽ വാചാലനെ മൂകനുമാക്കുന്നു എന്ന ശ്ലോകത്തിന് ആധ്യാത്മിക ദൃഷ്ടിയിൽ അർത്ഥം പറയാറുണ്ട്. ഗീതയിലെ ശ്ലോകങ്ങളെല്ലാം തന്നെ അങ്ങനെയാണ്. ലൗകികതയിൽ നിന്നും ആധ്യാത്മികതയിലേക്ക് നമ്മെ കൈപിടിച്ചു കയറ്റുന്ന ഭഗവാനെയാണ് ഇനി നാം കാണാൻ പോകുന്നത്. 1ാം അധ്യായത്തിൽ ശോകമോഹങ്ങളാൽ തളർന്നു വീണ് കിടക്കുന്ന അർജുനനെ ആത്മജ്ഞാനത്തിൻ്റെ കൊടുമുടിയിലേക്കാണ് ഭഗവാൻ ഉയർത്തുന്നത്. ശ്രീരാമകൃഷ്ണൻ പലപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. വെണ്ണ ഉരുക്കുവാൻ അടുപ്പത്ത് വെച്ചാൽ ആദ്യം കുറേ നേരം വളരെ ശബ്ദമുണ്ടാക്കും. വെണ്ണയിലെ ജലാംശമെല്ലാം വറ്റി നെയ്യ് നല്ലവണ്ണം മൂത്തു വന്നാലോ ശബ്ദകോലാഹലങ്ങളെല്ലാം നിലയ്ക്കും എന്ന് പറഞ്ഞതുപോലെയാണ് സാധകൻ്റെ കാര്യവും. സാധനയുടെ ആദ്യഘട്ടത്തിൽ കർമ്മ ഉപാസനായോഗങ്ങൾ മാത്രമല്ല, പല പല മാർഗങ്ങൾ ശ്രമിച്ചുകൊണ്ട് ഓടി നടക്കും. ജ്ഞാനമാർഗത്തിലേക്ക് എത്തിയാലോ എത്തേണ്ടിടത്തെത്തി എന്നതറിയും. പിന്നെ ശാന്തമായി ഒരിടത്തിരിക്കും. ശാന്തം ശിവം അദ്വൈതം. അങ്ങനെ വാചാലനെ മൂകനാക്കുന്നു എന്നും ചില ആചാര്യന്മാർ വ്യാഖ്യാനിച്ച് കാണാറുണ്ട്. മുണ്ടകോപനിഷത്തിൽ ഭവതേ നാദിവാദി എന്ന് പറയുന്നു. തത്വജ്ഞാനം ലഭിച്ചാൽ പിന്നെ ഏറെ സംസാരിക്കാനൊന്നുമില്ല എന്ന ഒരവസ്ഥ വരുമത്രേ. ഇത് വെറും മൗനം പാലിക്കുന്നു എന്ന നില മാത്രമല്ല, അവരുടെ സംസാരം കേൾവിക്കാരിൽ കൂടെ മൗനം വിതയ്ക്കുകയും ചെയ്യും എന്ന ഒരു സന്ദേശമാണ് നൽകുന്നത്. ഇനി 9ാമത്തെ ശ്ലോകം, അവസാനത്തെ ശ്ലോകം കാണാം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. ബ്രഹ്മാവ്, വരുണൻ, ഇന്ദ്രൻ, രുദ്രൻ, മരുത്തുക്കൾ എന്നിവരൊക്കെ ദിവ്യങ്ങളായ സ്തവങ്ങളെക്കൊണ്ട് അല്ലെങ്കിൽ സ്തുതികളെക്കൊണ്ട് ഭഗവാനെ കീർത്തിക്കുന്നു. ആ ദേവനായിക്കൊണ്ട് നമസ്കാരം. വേദങ്ങളെക്കൊണ്ടും വേദാംഗങ്ങളെക്കൊണ്ടും യാതൊരു ദേവനെ സാമഗായകർ സ്തുതിക്കുന്നുവോ, യോഗികൾ അവരുടെ മനസ്സിനെ നിശ്ചിന്തമാക്കി ഏതു ശക്തിയെ ധ്യാനിക്കുന്നുവോ, ദേവാസുരന്മാരെല്ലാം ആരെ ഉപാസിക്കുന്നുവോ ആ ദേവനായിക്കൊണ്ട് ജ്യോതിസ്വരൂപനായിക്കൊണ്ട് പ്രണാമം. ഇങ്ങനെ ഭഗവാനെ അങ്ങേയറ്റം സ്തുതിച്ചുകൊണ്ട് എല്ലാ വിധത്തിലും എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഭഗവാനെ സ്തുതിക്കുന്നതായി പറഞ്ഞുകൊണ്ട്
ഈ ഗീതാധ്യാന ശ്ലോകം അവസാനിക്കുന്നു. ഇങ്ങനെ 9 ശ്ലോകങ്ങളിലൂടെ ഗീതാധ്യാനം ചുരുക്കത്തിൽ നാം കണ്ടു. ഇനി ഭഗവത്ഗീതയുടെ 1-ാം അധ്യായത്തിലേക്ക് കടക്കാം. അത് അടുത്ത ക്ലാസ്സിൽ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു.